السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. സമാദരണീയരായ സത്യവിശ്വാസികളെ, ദീനി സ്നേഹികളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ഈ പകലിൽ അള്ളാഹുവിൻ്റെ ഭവനമായ ഈ പള്ളിയിൽ ദീനി കാര്യങ്ങൾ പഠിക്കാനായി ഒത്തുകൂടിയവരാണ് നമ്മൾ. നാം മനസ്സിലാക്കിയ പോലെ മറ്റ് ഇബാദത്തുകളെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള കർമ്മമാണ് ദീൻ പഠിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും ഇത്തരം സദസ്സുകൾക്കുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സദസ്സിൽ സന്നിഹിതരായ ആളുകൾക്ക് അവർ ചോദിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഞാൻ നൽകാൻ തയ്യാറാണ് എന്ന് അള്ളാഹു മലക്കുകളെ അറിയിച്ചപ്പോൾ മലക്കുകൾ ഒരു ഒബ്ജക്ഷൻ ആ വിഷയത്തിൽ ഉന്നയിച്ചത് ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ, ആ സദസ്സിൽ പാപികളായ ആളുകളുണ്ട്, എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അവർ ചോദിക്കുന്ന സ്വർഗം ഞാൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത് ഫീഹിം അൽ ഖത്താഊൻ, ഒരുപാട് പാപം ചെയ്ത പാപികളായ ആളുകളും ആ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്.
അപ്പോൾ അവർക്കും മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുകയും അവർക്കും സ്വർഗം നൽകുകയും ചെയ്യാൻ പറ്റുമോ എന്നതാണ് അവിടെ മലക്കുകൾ ഉന്നയിച്ച സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറഞ്ഞ മറുപടി, ഒരാളും ആ സദസ്സിൽ പങ്കെടുത്ത ഒരാളും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള, നമ്മെപ്പോലെയുള്ള പാപികളായ ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷയും സന്തോഷവും പകരുന്ന ഒരു മറുപടിയാണ് കരുണാവാരിധിയായ ഗഫൂറും റഹീമുമായ റബ്ബിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കിന്ന് സംസാരിക്കാൻ തന്ന വിഷയം ബഷീർ സാഹിബ് സൂചിപ്പിച്ച മാതിരി കുറച്ചൊക്കെ ദീർഘമായി സംസാരിക്കാൻ പറ്റിയ വിഷയമാണ്. പക്ഷേ ആ പറഞ്ഞ കോലത്തിൽ ഞാനെന്തായാലും ആ സാഹസത്തിന് മുതിരൂല. വേറെ ആരോ അരമണിക്കൂർ പ്രസംഗിച്ച് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയില്ല, അത് പരിഹരിച്ച് കൊണ്ട് നിങ്ങളൊക്കെ കൂടെ അവിടെ എത്താൻ പറ്റൂല. എൻ്റെ സംസാരം ഒരൊറ്റ മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഇതിൽ പിന്നെ ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ വരുന്നവരോട് നിങ്ങൾ ഇതേ സങ്കടം പറഞ്ഞാൽ മതി. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ പണ്ട് മുതൽക്കേ കേട്ട ദീനി സാങ്കേതിക പദമാണ്, ടേമാണ്, സംജ്ഞയാണ് ഇത്. മദ്രസ ക്ലാസ് തൊട്ടേ ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ ഈമാനും ഇസ്ലാമും ഉള്ളവരാണ് എന്ന് ഉറപ്പിച്ച് നടക്കുന്നവരുമാണ്. അങ്ങനെ തന്നെ ആവട്ടെ. ഏതായിരുന്നാലും ഈമാൻ കാര്യം എന്നതാണ്, ഇസ്ലാം കാര്യം എന്നതാണ് എന്ന് പഠിപ്പിക്കുകയല്ല ഈ ക്ലാസ് കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. മുഅ്മിനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, ഈമാൻ ഉണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരാൾ തൻ്റെ ഈമാനിനെക്കുറിച്ചും തൻ്റെ ഇസ്ലാമിനെക്കുറിച്ചും അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച്, അതിൻ്റെ സമ്പൂർത്തീകരണത്തെക്കുറിച്ചൊന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സമൂഹത്തിൽ മുഅ്മിനീങ്ങളായ പേരുള്ള കുറേ ആൾക്കാരുണ്ട്. അത്യാവശ്യം മദ്യപിക്കുന്ന നല്ല മുഅ്മിനീങ്ങൾ, ഒരു വേണ്ടാത്തരത്തൊന്നും മാറി നിൽക്കാൻ തയ്യാറില്ലാത്ത, ഞാനും മുഅ്മിൻ തന്നെയാണ്, മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ. തെറ്റുകുറ്റങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അവരുടെ കൂട്ടത്തിലൊക്കെ ഈ മുസ്ലിം പേരുകൾ ധാരാളം ഇന്ന് നമ്മൾ കണ്ടുവരുന്നു. ആ പേരുകൾ വെച്ചിട്ട് പലതരത്തിലും മുസ്ലിം സമൂഹത്തെ നന്നായി പെരുമാറാൻ ശ്രദ്ധിക്കുന്ന മുസ്ലിം വിരോധികൾ, ഇസ്ലാമോഫോബിയ പടച്ചുവിടുന്ന ആളുകൾ ഒക്കെ സമൂഹത്തിലെമ്പാടുമുണ്ട്. അതിൻ്റെ ഇടയിൽ സാക്ഷാൽ മുഅ്മിൻ ആര് എന്ന് തിരിച്ചറിയണം. എന്താണ് ഈമാനിൻ്റെ ശരിയായ വിവക്ഷ എന്ന് നമ്മൾ കൃത്യമായി അറിയണം. എന്താണ് ഇസ്ലാം എന്നറിയണം. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഇവിഷയകമായി ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബനു അസദ് ഗോത്രക്കാരായ ചില ആളുകൾ വന്നിട്ട്, ആ ഗോത്രത്തിൻ്റെ കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ആര് എന്നതല്ല, ഏതായാലും അറാബികളായ ചില ആളുകൾ വന്നിട്ട് പ്രവാചകൻ്റെ മുമ്പിൽ അവരുടെ ഇസ്ലാം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവരാവശ്യപ്പെട്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഗനീമത്ത് സ്വത്തിൽ, യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് ഞങ്ങൾക്കും കിട്ടണം കുറച്ച്. കാരണം ഞങ്ങളും ആരാണ്? മുഅ്മിനീങ്ങളാണ്.
ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം ആയത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 14-ാമത്തെ ആയത്ത് മുതൽ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സംസാരത്തിൻ്റെ ആദ്യത്തിൽ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് അതാണ്. അള്ളാഹു പറയുന്നു, ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബികും വഇൻ തുതീഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ശൈആ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഖാലത്തിൽ അഅറാബ്, അപരിഷ്കൃതരായ വേണ്ടത്ര സംസ്കാരമൊന്നും സിദ്ധിച്ചിട്ടില്ലാത്ത ബദുക്കളായ അറബികൾക്കാണ് അഅറാബ് എന്ന് പറയാറുള്ളത്. അത്തരം അഅറാബികളായ ആളുകൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടനെ അള്ളാഹു തിരുത്താൻ പറഞ്ഞു. ഖുൽ, നബിയെ അവരോട് മറുപടി പറയണം, ലൻ തുഅ്മിനു, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ശരിയായ മുഅ്മിനീങ്ങളായിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നത് ഖൂലു അസ്ലംന, ഇസ്ലാമിനേക്കാൾ ഒന്നും കൂടെ കൂടിയ പദവിയാണ് ഈമാനിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിങ്ങളായി തൽക്കാലങ്ങൾ പറയുന്നതിനനുസരിച്ച് കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒതുങ്ങിക്കഴിയാനും തയ്യാറായ മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്നേ നിങ്ങൾ പറയേണ്ടതുള്ളൂ. കാരണം വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, യഥാർത്ഥ ഈമാൻ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. വഇൻ തുതീഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ യഥാവിധി അനുസരിക്കുകയാണെങ്കിൽ ലാ യലിതുകും മിൻ അമാലിക്കും ഷൈആ, നിങ്ങൾ ചെയ്യുന്ന ഒരു അമലിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഇനിയും ശരിയായ മുഅ്മിനീങ്ങളാകാം നിങ്ങൾക്ക്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും അളവറ്റ കരുണാവാരിധിയുമാണ്. ആരാണ് മുഅ്മിൻ? തൊട്ടടുത്ത വചനത്തിൽ അതാണ് പറയുന്നത്. ആർക്കേ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ? ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും യഥാവിധി വിശ്വസിച്ചയാളുകളും സുമ്മ ലം യർതാബു, ആ വിശ്വസിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സന്ദേഹവും പിടികൂടാത്തയാളുകളും, കൂട്ടത്തിൽ വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം, സ്വന്തം ശരീരം കൊണ്ടും തങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും ചെയ്യുന്ന ആളുകൾ, ഫീ സബീലില്ലാഹ്, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് തങ്ങളും മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്ന ആ വാദത്തെ ശരിപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്ന ആളുകൾ. ഇങ്ങനെ മുഅ്മിനീങ്ങളാണ് എന്ന് വാദിക്കുന്നത് കൊണ്ട് ചില കാര്യലാഭങ്ങൾ നേടിയെടുക്കാനാണ് അവർ ശ്രദ്ധിച്ചത്. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്കെങ്കിലും തോന്നും, നമ്മൾ പടച്ചോനോട് ചെയ്ത എന്തോ ഒരു വലിയ സംഭവമാണ് നമ്മൾ മുഅ്മിനീങ്ങളായി അല്ലെങ്കിൽ മുസ്ലിങ്ങളായി എന്നത്. അതും തിരുത്തുന്നുണ്ട് ഖുർആൻ. അള്ളാഹു ഇതേ സൂറയിൽ തന്നെ പറയണ, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിങ്ങളായി എന്നുള്ളത്, ഞാൻ നേരത്തെ നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പടച്ചോനോട് ചെയ്യുന്ന എന്തോ വലിയൊരു കടപ്പാടാണ്, അതിൻ്റെയൊക്കെ നേട്ടം കിട്ടുന്ന ആൾ പടച്ചോനാണ് എന്നുള്ള രൂപത്തിൽ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ വിശ്വാസികളുടെ കൂട്ടത്തിൽ. യഥാർത്ഥത്തിൽ അതല്ല ശരി. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിങ്ങളായി എന്നത് താങ്കളോട് അവർ ചെയ്ത ഒരു ദയാദാക്ഷിണ്യമായിട്ടാണ് അവർ കാണുന്നത്. ഖുൽ, നബിയെ അതിന് പറയേണ്ട മറുപടി, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നുള്ളത് എന്നോട് കാണിച്ചൊരു ഔദാര്യമായിട്ടൊന്നും നിങ്ങൾ
കാണേണ്ടതില്ല. പക്ഷേ വലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഈമാനിന്റെ മാർഗം വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നത് അല്ലാഹു നിങ്ങളോട് കാണിച്ച ഔദാര്യമാണ്. ഈമാനേറ്റ് ഇസ്ലാമേറ്റൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു സംഗതി, നമ്മൾ പടച്ചവനോട് കാണിക്കേണ്ട കാരുണ്യമല്ല നമ്മൾ മുഅ്മിനായി എന്നത്. നമ്മൾ മുസ്ലിമായി എന്നത് നമ്മൾ അള്ളാഹുവോട് കാണിച്ച ഒരു ദയാദാക്ഷിണ്യമായിട്ട് ഔദാര്യമായിട്ട് ആരും കാണേണ്ടതില്ല. സത്യത്തിൽ ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങളെ ഈമാനിൻ്റെ വഴിയിലേക്ക് ചേർത്തു എന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു നിഅമത്താണ്. ഇൻ കുന്തും സ്വാദിഖീൻ, കാര്യം നേരെ ചൊവ്വെ നോക്കിക്കാണുന്ന സത്യവാന്മാരാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ കാര്യത്തെ വിലയിരുത്തേണ്ടത്. ഈമാനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അല്ലദീ അത്അമന വസഖാന വജഅലന മിനൽ മുസ്ലിമീൻ. വലിയൊരു ആശയം ഉൾക്കൊള്ളുന്നുണ്ടത്. ഈ ഭക്ഷണം കഴിക്കാനുള്ള അവസരം എനിക്ക് തന്നു എന്നത് നാഥാ നീ എനിക്ക് തന്ന ഒരു വലിയ ഔദാര്യമാണ്. അതിന് ഞാൻ നിന്നോട് സ്തുതി അർപ്പിക്കുകയാണ്. ഭക്ഷണം ഉണ്ടായിട്ടും കാര്യമില്ല, ചിലർക്കത് കുടിക്കാനും കഴിയൂല, തിന്നാനും കഴിയൂല. കാരണം അവൻ്റെ മൂക്കിലൂടെ ആയിരിക്കും പൈപ്പിട്ടുണ്ടാവുക. അവൻ അങ്ങനെ ആയിരിക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുക. ആലോചിച്ചോക്കണങ്ങൾ. ഭക്ഷണമില്ലാത്ത പരശതം കോടികൾ മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അന്തി ഉറങ്ങാൻ ഒരു ഇടമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാ അല്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ ലഹു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് നമ്മളെപ്പോലെ നല്ല സ്വാദിഷ്ടമായ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടല്ല, വെറും കാരക്കയും വെള്ളവും കുടിച്ചിട്ട് ഈത്തപ്പന മട്ടൽ കൊണ്ട് മുടഞ്ഞ കമ്പിളി പുതപ്പ് കൊണ്ട് അതിൻ്റെ മേലെ മേൽക്കൂരയിട്ട ഹുജറാത്ത് എന്ന് പേരിട്ട് വിളിച്ച ആ കൊച്ചു മുറിയിൽ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ വസതിയിൽ കഴിഞ്ഞപ്പോഴാണ്. ഇന്നും നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ പുല്ല് തിന്നിട്ടും കാലിത്തീറ്റ തിന്നിട്ടും അവരുടെ ജീവിതം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് പട്ടിണി പാവങ്ങൾ ആ ദുരിതത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. നഊദുബില്ലാഹ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന നഷ്ടത അനുഭവിക്കുന്ന ജനകോടികളുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ അങ്ങേ അറ്റത്തെ അനുഗ്രഹത്തിൽ ആ അനുഗ്രഹത്തെ ഓർക്കാനായി ഒത്തുകൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, നാഥാ നിനക്കാണ് സ്തുതി. അല്ലദീ അത്അമന വസഖാന, ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത, അതിൻ്റെ അപ്പുറത്ത് അള്ളാഹു ചെയ്തു തന്ന വലിയ ഒരു നിഅമത്തിനെ അനുസ്മരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഒരു വിശ്വാസി. വജഅലനാ മിനൽ മുസ്ലിമീൻ, നീ ഞങ്ങളെ മുസ്ലിങ്ങളിൽ പെടുത്തിയല്ലോ, അത് വല്ലാത്തൊരു ഔദാര്യമാണ്. ഈമാനിനെയും ഇസ്ലാമിനെയും ഇങ്ങനെ വേണം ഒരു വിശ്വാസി നോക്കിക്കാണാൻ. ഈമാൻ എന്ന് പറയുന്നത് 6 കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല, 60ലും ഒതുങ്ങൂല. അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, 70 ചില്ലാനം ശാഖകൾ ഈമാനിനുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ അചഞ്ചലമായ തൗഹീദിൻ്റെ വചനത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈമാൻ. പിന്നെയോ അത് ജീവിതത്തിൻ്റെ മുഴുമേഖലയെയും ശക്തമായി സ്വാധീനിക്കുകയും വഴിയിൽ കാണുന്ന ഒരു തടസ്സം തൻ്റെ കൈകൊണ്ട് നീക്കി ഇടുന്നത് പോലും ആ ഈമാനിൻ്റെ ഭാഗമായി എണ്ണുകയും ചെയ്തു. ഇമാത്തത്തുൽ അദാ ശുഅബത്തു മിനൽ ഈമാൻ. വഴിയിലുള്ള ഒരു ഉപദ്രവം നീക്കുക. ആൾക്കാർ നടക്കുമ്പോൾ എപ്പോഴും
ആളുകൾക്ക് വിഷമം സൃഷ്ടിക്കുന്നു ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് എന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? ഇനി മുതൽ ആളുകൾക്ക് ഈ വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒരു ശല്യമാകരുത് എന്ന് വിചാരിച്ച് അതങ്ങോട്ട് ഒന്ന് ഒതുക്കി കളയണം. അത് അയാൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു മാർഗമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു. പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു എന്നത് നരകപ്രവേശനത്തിനുള്ള ഒരു കാരണമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ജീവിതത്തെ ഏത് വിധത്തിലാണ് ഈമാനും ഇസ്ലാമും സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഒരു ആരാധനാ കർമ്മത്തിലോ മാത്രം ഈമാനിനെ കെട്ടിയിടാൻ പാടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ ഈമാനിനെയും ഇസ്ലാമിനെയും നമുക്ക് പഠിപ്പിക്കുകയുണ്ടായി. ആരാണ് മുഅ്മിൻ, ആരാണ് മുസ്ലിം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അൽ മുഅ്മിൻ, ആരാണ് മുഅ്മിൻ? മൻ അമ്മനഹുന്നാസ് ഫി അംവാലിഹിം വ അംഫുസിഹിം, ആളുകൾക്ക് അവരുടെ ധനത്തിലും അവരുടെ അഭിമാനത്തിലും ഒക്കെ ക്ഷതമേൽപ്പിക്കാത്ത രൂപത്തിൽ ആരാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയാളാണ് ശരിയായ മുഅ്മിൻ. ഹദീസിൻ്റെ വചനം വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, ശരിയായ മുഅ്മിൻ ആരാന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. മൻ അമ്മനഹുന്നാസ് അല അംവാലിഹിം വ അംഫുസിഹിം, ആളുകളുടെ ധനത്തിനോ ആളുകളുടെ ദേഹത്തിനോ ഒരു മനുഷ്യനെ കൊണ്ട് യാതൊരു ഉപദ്രവവുമില്ലാതെ ഇയാളുടെ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങൾ നിർഭയരായിരിക്കുകയാണെങ്കിൽ അയാൾ ശരിയായ ഒരു മുഅ്മിനാണ്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നല്ല മനുഷ്യൻ. വൽ മുസ്ലിം, ആരാണ് മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂൻ മൻ സലിമൻ നാസ മിൻ ലിസാനിഹി വയദിഹി, ഒരാളുടെ നാവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കയ്യിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മറ്റു മനുഷ്യന്മാരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അയാളെക്കൊണ്ട് നമുക്ക് യാതൊരു ദ്രോഹമില്ല എന്ന് ഒരാളെപ്പറ്റി ആരെങ്കിലും നിർഭയനാവുകയാണെങ്കിൽ അയാൾ ശരിയായ ഒരു മുസ്ലിമാണ്. വൽ മുജാഹിദ്, ഇതോട് ചേർത്ത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച മറ്റൊരു ടേമാണ്, സാങ്കേതിക പദമാണ് മുജാഹിദ്. മെമ്പർഷിപ്പ് എടുത്താൽ ഞാനും മുജാഹിദായി എന്ന് അവകാശപ്പെടാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിനപ്പുറത്താണ് ആ പദം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതൊരു മെമ്പർഷിപ്പിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. ജിഹാദ് എന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തിൽ തൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നതാണ് ജിഹാദ്. ആ നിരക്കുൽ മുജാഹിദ് ആരാണ്? മൻ ജാഹദ നഫ്സഹു ഫി ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മാർഗത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ആരാണോ ശ്രമിക്കുന്നത് ആ ജിഹാദ് നടത്തുന്നവനാണ് ഒരു മുജാഹിദ് എന്ന് പറയുന്നത്. വൽ മുഹാജിർ, അടുത്ത പദം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ആരാണ്? മുഹാജിർ എന്നാണ്. ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥം, ആശയത്തിൻ്റെ സംരക്ഷണാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടും വീടും വിട്ട് വിശുദ്ധ പലായനം നടത്തിയ ആളുകൾക്കാണ് ഒരു വേള മുഹാജിർ എന്ന് പറയുന്നത്. എങ്കിലും അതിനപ്പുറത്ത് പ്രവിശാലമായ ഒരു അർത്ഥം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതിന് നൽകി. അതെന്താണ്? വൽ മുഹാജിറു മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ വെടിയാൻ ഒരാൾ മെനക്കെട്ടാൽ അയാളാണ് മുഹാജിർ. ഈ രൂപത്തിൽ വേണം ഈമാനിനെ, ഇസ്ലാമിനെ, അതുപോലെ തന്നെ ജിഹാദിനെ, ഹിജ്റയെ ഒക്കെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത്. ഏതെങ്കിലും ഷഹാദത്ത് കലിമ ചൊല്ലി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തന്നെ പിടിച്ചു നിർത്താൻ, തൻ്റെ ഹവയെ മാറ്റി നിർത്താൻ ഒരാൾക്ക് സാധിക്കുമ്പോഴാണ് ആ ഈമാൻ കാമിലാകുന്നത്. ലാ യസിനു സാനി ഹൈന യസിനി വഹുവ മുഅ്മിൻ,
അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വ്യഭിചരിക്കുന്നയാൾക്ക് മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കാൻ കഴിയില്ല. ഈമാനുള്ളൊരു മനുഷ്യന് അതിന് പറ്റൂല. ഞാനും മുഅ്മിനാന്ന് പറയുന്ന ഒരാൾ ആ മ്ലേച്ഛമായ ഒരു വൃത്തിയിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു എന്നാണ്. അയാളുടെ ഈമാൻ അയാളിൽ നിന്ന് ഉയർന്നു പോകുന്നു. ആ തെറ്റിൽ നിന്ന് അയാൾ മാറുകയും തൗബ ചെയ്ത് ശരിയായ പന്താവിൽ സഞ്ചരിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ആ ഈമാൻ അയാളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു മോഷ്ടാവ് മോഷ്ടിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുഅ്മിനല്ല. ആളുകൾ കാണുകെ അന്യന്റെ ധനം അന്യായമായി അപഹരിക്കുന്ന ഒരാളിനും അന്യന്റെ അവകാശങ്ങൾ ധ്വംസിക്കുകയും അയാളെ ചതിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും ഇതേ രൂപത്തിൽ മുഅ്മിനാകാൻ കഴിയില്ല. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അപ്പൊ മുഅ്മിനാകണമെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം. അവിടെ എപ്പോഴും തൻ്റെ റബ്ബിൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കാൻ അയാൾക്ക് സാധിക്കണം. അപ്പോഴേ അയാൾ ശരിയായ മുഅ്മിനാവുകയുള്ളൂ. അതുതന്നെയാണ് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥവും. സബ്മിഷൻ എന്നാണ് നമ്മളതിന് അർത്ഥം പറയാറുള്ളത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുകയാണ്, കീഴൊതുക്കുകയാണ്. ഒരു ഒട്ടകത്തിൻ്റെ ഉദാഹരണമാണ് മുഅ്മിനുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂല് മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചത്. അതേ സമയത്ത് മോട്ട് കാട്ടുന്ന കുതിരയുടെ ഉദാഹരണമാണ് ഒരു മുഅ്മിനല്ലാത്ത മനുഷ്യനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഉദാഹരിച്ചത്. ആ മോട്ട് കാട്ടുന്ന കുതിര ആ യജമാനെയും കൊണ്ട് എവിടെയാണ് അയാളെ തള്ളിയിടുകയെന്ന് പറയാൻ പറ്റൂല. പിടിച്ചിട്ട് കിട്ടാത്ത രൂപത്തിലാണ്. അവിടെ വരും വരായികൾ നോക്കിയിട്ടല്ല ആ കുതിരയുടെ ആ പോക്ക്. എന്നാൽ ഒരു ഒട്ടകം അങ്ങനെയല്ല. ആ ഒട്ടകം ആ യജമാനനെ പൂർണ്ണമായും വഴിപ്പെടുന്നു, അനുസരിക്കുന്നു. അതിനോട് മുട്ടുകുത്താൻ ആവശ്യപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പാറപ്പുറത്താണെങ്കിലും അതെന്ത് ചെയ്യും? അവിടെ മുട്ടുകുത്തും. ആ യജമാനനെ പൂർണ്ണമായും അനുസരിക്കും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൽപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ ആ ഒരു ഉദാഹരണം സൂറത്തു ആദിയാത്തിൽ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വല്ലാദിയാതി വബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅതർന ബിഹി നഖ്ആ ഫവസത്ന ബിഹി ജമ്മാ. എത്ര ചെറിയ ചെറിയ പദങ്ങൾ, എത്ര പ്രവിശാലമായ ആശയം. ഖുർആനിൻ്റെ ആ മാധുര്യം ഒന്ന് നോക്കുങ്ങൾ. രണ്ട് രൂപത്തിലുള്ള മനുഷ്യന്മാരുടെ ഒരു ചിത്രീകരണം. അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ വഹിക്കുന്ന ശരിയായ ഒരു വിശ്വാസിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു വിശ്വാസിയെ ഉദാഹരിച്ചത് യജമാനനോട് കൂറു പുലർത്തുന്ന ഒരു കുതിരയോടാണ്. കിതച്ചുകൊണ്ടോടുന്ന ഒരു കുതിര, ചാർജേഴ്സ് എന്നാണ് അതിന് പറയാ. വൽആദിയാതി വബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ. അതിൻ്റെ ആ അതിശീഘ്രമുള്ള പോക്കില് അതിൻ്റെ കുളമ്പ് കല്ലിൽ തട്ടി തീപ്പൊരി പാറുന്നുണ്ട്. എത്ര ലൈവായ ഒരു ചിത്രീകരണം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായം സൂറത്തുൽ ആദിയാത്ത്. കിതച്ചുകൊണ്ടോടുന്ന കുതിരകൾ എന്നർത്ഥം. വൽആദിയാതി വബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. പ്രഭാതവേളയിലാണ് അത് പോകുന്നത്. പ്രഭാതവേളക്കൊരു പ്രത്യേകത ഉണ്ട്. മഞ്ഞ് കണങ്ങളേറ്റ് പൊടിപടലങ്ങളൊക്കെ അമർന്ന് കിടക്കുകയും അപ്പോൾ വല്ലാതെ പൊടി പാറൂല. എന്നാൽ അതിശീഘ്രമുള്ള ഈ കുതിരയുടെ പ്രയാണത്തിൽ ആ കുതിര കുളമ്പടിയേറ്റ്
അത് കല്ലിൽ തട്ടുമ്പോൾ തീപ്പൊരി പാറുന്നുണ്ട്. അത് പ്രഭാതവേളയിലാണെങ്കിൽ പോലും പൊടിപടലങ്ങൾ ധൂളിക്കുന്നുണ്ട്. എന്നിട്ട് അത് ശത്രു സഞ്ചയത്തിൻ്റെ മധ്യത്തിലേക്ക് എടുത്തു ചാടുകയാണ്. യജമാനൻ അതിനെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് യജമാനൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായ ഒരു കുതിര. എന്നിട്ട് ഈ നാക്കാലിയെ അവിടെ വെച്ചിട്ടിഞ്ഞ് മനുഷ്യന്റെ കാര്യം പറയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. സൂപ്പർ എനിമൽ കുതിര അല്ല, ഈ മനുഷ്യനായ ഞാനാണെന്ന് ദുരഭിമാനിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കട്ടെ, ഈ മനുഷ്യനുണ്ടല്ലോ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാ. ഇതേ മോട്ട് കാട്ടുന്ന സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു ഖൈറ് കിട്ടുന്നിടത്ത് അവൻ എല്ലാവിധ നിയന്ത്രണങ്ങളും വിട്ട പെരുമാറ്റ. ഈ ഒരു രണ്ട് ചിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഇവിടെ യജമാനനെ അനുസരിക്കുന്ന ഒരു രൂപം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും. അപ്പോഴാണ് ഒരാൾക്ക് ശരിയായ മുസ്ലിം എന്ന് പറയാൻ പറ്റുക, അയാൾ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവനാകുന്നത്. അതിൻ്റെ ഒന്നും നിർവചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിലെന്താ കാര്യം? നമ്മളുടെ ഇസ്ലാം, നമ്മളുടെ ഈമാൻ നമ്മൾ അളന്നു നോക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി അതിൽ കടന്നു വരുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. ആവുന്നത്ര നന്മ ചെയ്യലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് നന്മയിൽ ജീവിതത്തെ തളച്ചിടാൻ ശ്രമിക്കുന്നതാണ് ഒരു ശരിയായ വിശ്വാസിയുടെ ജീവിതം, ഒരിക്കലും തിന്മ വരാത്ത ജീവിതം. നബിയും സഹാബത്തും ഇരിക്കുമ്പോൾ ജിബ്രീൽ മനുഷ്യരൂപം പൂണ്ടിട്ടാണ് പ്രവാചക സന്നിധിയിൽ വന്നത് മദീനപ്പള്ളിയിൽ. അയാൾ യാത്ര ചെയ്ത ക്ഷീണം കാണുന്നില്ല, മുടി പാറി പറന്നിട്ടില്ല, അയാൾ നല്ല വേഷധാരിയാണ്, ഒട്ടും യാത്രാക്ഷീണം അനുഭവപ്പെടാത്ത ഒരു ഫ്രഷ്നെസ് അയാളുടെ മുഖത്ത് നോക്കിയാലുണ്ട്. അങ്ങനെ ഒരാൾ, അതീവ സുന്ദരനായ ഒരാൾ വന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണെന്ന് ചോദിച്ചത്. പിന്നീട് അദ്ദേഹം ചോദിച്ചത് ഈ ഇഹ്സാനിനെ കുറിച്ചാണ്. ഈമാനിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി എന്ന പ്രയോഗം സർവത്ര നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ബഹിർപ്രകടനങ്ങൾ വേണം. അത് എന്തിലൂടെയാണ്? അമലു സ്വാലിഹാത്തിലൂടെയാണ്. അപ്പോഴാണ് ഒരാൾക്ക് ശരിയായ വിശ്വാസിയാകാൻ കഴിയുക. അത് തന്നെയാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുഹ്സിനീങ്ങളുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥത്തിൽ ഇഹ്സാൻ ഇല്ലെങ്കിൽ ജീവിതം ദുസ്സഹമായി മാറും. ആരും വിചാരിക്കേണ്ടതില്ല എനിക്ക് ഞാൻ തന്നെ മതി. അവിടെ ജീവിതം വിജയിക്കുകയില്ല. എല്ലാവർക്കും വേണം മറ്റുള്ളവൻ്റെ സഹായം. അടിമകളായ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് ഇഹ്സാൻ എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു സംഗതിയായി ഇസ്ലാം പഠിപ്പിച്ചു. സാധാരണ അറബി ഖുതുബ നടത്തുന്ന പള്ളിയിൽ പോലും ഖുതുബയുടെ അവസാനത്തിൽ ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് സൂറത്തു നഹ്ലിലെ 90-ാമത്തെ ആയത്താണ്. നമ്മൾ കേട്ട് തഴമ്പിച്ച ആയത്താണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ തത്വജ്ഞാനിയായിരുന്നു.
അക്തമു സൈഫി വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അറിയേണ്ടതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സൂക്തമാണിത്. ഖുർആനിൽ ഇതല്ലാതെ വേറെ ഒരു ആയത്തില്ലെങ്കിലും ഇതന്നെ മതി മനുഷ്യനെ. നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിനിഷ്ഠമായ ഒരു ജീവിതമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കുടുംബത്തിൽ കുഴപ്പമുണ്ടാകും, അവിടെ ബാപ്പ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ, ഉമ്മ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ നീതി കാണിക്കണം. അതുപോലെ തന്നെ വൽ ഇഹ്സാൻ, ഇഹ്സാൻ പാലിക്കണം. വ ഈതാഇ ദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ നമ്മളുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നൽകാൻ തയ്യാറാകണം. ഇതൊക്കെയാണ് അള്ളാഹ് കൽപ്പിക്കുന്നത്. വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛമായ വൃത്തികളിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും അതിക്രമങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുന്നുണ്ട്. യഅഇദുക്കും, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്തിന്? ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി. അറബിക്കവി പറയുകയുണ്ടായി, അഹ്സിൻ ഇലന്നാസി തസ്തഅബിദു ഖുലൂബഹും, ആളുകൾക്ക് നന്മ ചെയ്തു നോക്കൂ, എങ്കിൽ അവരുടെ ഹൃദയത്തെ നിനക്ക് ഉടമപ്പെടുത്താനാകും. അഹ്സിൻ ഇലന്നാസി തസ്തഅബിദു ഖുലൂബഹും ഫطالما استعبد الإنسان إحسان. എത്രയോ കാലമായി ഈ ഇഹ്സാൻ മനുഷ്യന്മാരുടെ ഹൃദയത്തെ ഉടമപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഇഹ്സാനിന്റെ ഒരിക്കലും മനുഷ്യന്മാരെ നമ്മിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല. ഇബ്നു ദഗിന്ന എന്ന് പറയുന്ന ജൂതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു. വഴിയിൽ വെച്ച് കെട്ടും പാണ്ടൊക്കെ ഇട്ട് നടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അയൽപ്പക്കക്കാരനായ ജൂതൻ ഇബ്നു ദഗിന്ന കണ്ടു. എവിടുക്കാ അബൂബക്കർ താങ്കൾ പോണത്? അദ്ദേഹം പരാതി പറഞ്ഞു, ഞാൻ ഉറക്കെ ഖുർആൻ ഓതിയിട്ട് സ്ത്രീകളും കുട്ടികളൊക്കെ അതിൽ വശീകരിക്കപ്പെടുകയാണ്, അതുകൊണ്ട് ഇവിടെ നിന്നാണ്ട് ഈ നിൽക്കാരും ഖുർആനോത്തും പറ്റൂല എന്നാ പറഞ്ഞത്, അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിടാൻ തീരുമാനിച്ചിരിക്കുക. ഇബ്നു ദഗിന്ന റളിയല്ലാഹു എന്ന ജൂതൻ പറഞ്ഞു, എന്തെല്ലാം നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് താങ്കൾ. താങ്കൾ അതിഥികളെ ആദരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാലവിപത്ത് വരുമ്പോൾ അവിടെ താങ്കളുടെ സഹായം ഞങ്ങൾ കാണാറുണ്ട്. കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നന്മ നിറഞ്ഞ താങ്കളെപ്പോലുള്ള മനുഷ്യന്മാരൊക്കെ നമ്മളെ അയൽപ്പക്കത്തുനിന്ന് പോയാൽ പിന്നെ എന്തിനാ ഞങ്ങളെ നാട് നല്ലത്? ആരാ പറഞ്ഞത് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല എന്നൊക്കെ? ഞാൻ അഭയം നൽകാം നിങ്ങൾക്ക്. ഇന്ത്യയും കൂടെ നാടാണല്ലോ. എൻ്റെ സംരക്ഷണത്തിൽ താങ്കൾക്ക് ഇനി പരസ്യമായി നിസ്കരിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, എല്ലാ സൗകര്യവും, നിങ്ങളുടെ മതപരമായ കാര്യങ്ങൾക്ക് ഞാൻ പിന്തുണയേകാം. നമ്മളിപ്പോൾ CAA പേടിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ്. ചിലർക്ക് CAA ഒരു ഓലപ്പാമ്പാണ്, അതിങ്ങനെ പേടിപ്പിച്ച് നിർത്താൻ പറ്റിയ ഒരു ആയുധമാണ്. നടക്കോ ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇത്തരം ദുരന്തങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ കുറച്ച് ഇബ്നു ദഗിന്നമാരുണ്ടാകണം നമ്മളൊപ്പം. അയാളൊരു നല്ല മനുഷ്യനാണ്. അയാളുടെ നിസ്കാരം കൊണ്ട് നമുക്കൊരു ദോഷവുമില്ല, അയാളുടെ ദീനുകൊണ്ട് നമുക്കൊരു ഗുണമല്ലാതെ ദോഷം വരെ കണ്ടിട്ടില്ല. അയാൾ പോകാൻ പറ്റൂല. അത് പാകിസ്ഥാനിക്കായാലും വേറെ എവിടേക്കായാലും പോകാൻ പറ്റൂല, അനങ്ങാൻ പറ്റൂല, അയാൾ ഇവിടെ വേണം എന്ന് പറയുന്ന ഇബ്നു ദഗിന്നമാര് നമ്മോടൊപ്പം ഉണ്ടാകണം എന്നർത്ഥം. അതിനെന്ത് വേണം? നമ്മളുടെ ഇസ്ലാമും നമ്മളുടെ ഈമാനും ഇഹ്സാനിലൂടെ തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഇഹ്സാൻ എന്ന് പറയുന്നത് സ്വന്തത്തോട് വേണം.
വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക എന്ന് പറഞ്ഞിട്ടും ഇഹ്സാനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത്. പുകവലി നിഷിദ്ധമാണ് എന്ന് സലഫി പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഫത്വ പറയാൻ കാരണം ഈ ആയത്താണ്. സ്വയം നാശത്തിലേക്ക് ചാടരുത്. കാരണം സ്വന്തം ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും ഒരാൾ ഏർപ്പെടാൻ പാടില്ല. ആരോഗ്യമെന്നത് അള്ളാഹു നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹമാണ്. അതിനെ നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ അവിടെ അതിന് പകരമായി ചെയ്യേണ്ടത് വഹ്സിനു, ഇഹ്സാനാണ്, നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. അത് സ്വന്തം ശരീരത്തോട് എത്ര ആൾക്കാർക്ക് അത് പാലിക്കാൻ കഴിയാറുണ്ട്? അമിതമായ ഭക്ഷണം അത് ഈ പറഞ്ഞതിനെതിരാ. ഇപ്പം അങ്ങനെ കാണലില്ല. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ കുപ്പിയിൽ ഡപ്പിയിലാക്കിയിട്ട് പൊടി, മൂക്കിലിരിക്കണ പൊടി ഡപ്പിയിലാക്കി കൊണ്ടിറക്കുന്നവരുണ്ട്. എന്നിട്ട് അതുണ്ട് ആൾക്കാരോട് വർത്താനം പറയുമ്പോൾ ഒരു ഹരം കൊടുക്കാൻ വേണ്ടി ഒരു ലേശം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിക്കാണ്ട് ഒരു വർത്താനം. അല്ല തോക്കേറ്റ് ചൂണ്ടണ മാതിരിയാണ് നമുക്ക് തോന്നല്. കാരണം ഇത് എപ്പോഴാ കയറ്റുമെന്ന് പറയാൻ പറ്റൂല. വർത്താനത്തിൻ്റെ അടിയിൽ പിന്നെ കടകടാന്ന് പറഞ്ഞിട്ടൊരു വലിച്ചൊരു കയറ്റല്. എനിക്ക് ഇത്ര പേടി കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അലർജിൻ്റെ ആയിട്ട് ഗുളി കുടിക്കുന്ന ആളാണ് ഞാൻ. ഒരു ലേശം പൊടി ഉണ്ടെന്ന് തോന്നിയാൽ മതി തുമ്മൽ തുടങ്ങും. മനസ്സിലായോ? ആ രൂപത്തിലുള്ള മനുഷ്യന്മാരെ അടിയിൽ കൂടിയാണ് ഈ പൊടിൻ്റെ ഡെപ്പിയേറ്റ് നടന്നിട്ട് ആ പൊടി വലിച്ചു കയറ്റണത്. മൂക്കൊക്കെ കണ്ടാൽ തൗടുള്ള നാഴി മാതിരി ഉണ്ടാവും. കാരണം വലിച്ചൽ തന്നെയല്ലേ പണി. ഇക്കോലത്തിൽ എവിടെയാണ് അവിടെ ഇഹ്സാൻ? സ്വന്തം ശരീരത്തോട് ഇഹ്സാനില്ല. ആത്മഹത്യ ഈ ഒരു ബോധം, ഈ ഒരു ഈമാനും ഇഹ്സാനും ഇല്ലാത്തതിൻ്റെ പേരിൽ കടന്നു വരുന്നതാണ്. അങ്ങനെ ഇഹ്സാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവിശാലമായ മേഖലയുണ്ട്. അത് സ്വന്തം കുടുംബത്തോട് വേണം, മാതാപിതാക്കളോട് വേണം, മക്കളോട് വേണം, കഴിഞ്ഞിട്ടില്ല സഹജീവികളോട് വേണം, ഒപ്പമുള്ള ജന്തുക്കളോട്, ജീവികളോട്. ആ ദാഹിച്ച് വലഞ്ഞ് ക്ഷീണിച്ച ഒട്ടകത്തെ കണ്ടപ്പോൾ അള്ളാൻ്റെ റസൂല് ചോദിച്ചറിഞ്ഞു, ഈ ഒട്ടകത്തിൻ്റെ ഉടമ ആരാണ്? ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാനാണ്. അള്ളാൻ്റെ റസൂല് വാണിംഗ് കൊടുത്തു, ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ റബ്ബിനെ ഭയപ്പെടണേ. നിങ്ങളതിനാവശ്യമായ ഭക്ഷണം നൽകുന്നില്ല, അതിനാവശ്യമായ വെള്ളവും നൽകുന്നില്ല. അത് എൻ്റെ മുഖത്ത് നോക്കി സങ്കടപ്പെടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ നിങ്ങൾ റബ്ബിനെ ഭയപ്പെടണം. ഒരാൾ ആടിനെ അറക്കാൻ വേണ്ടി കാല് കെട്ടിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? കത്തി മുറിച്ചുട്ടാൻ പോയിക്കണം. അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ നോക്കി. അപ്പം നോക്കുമ്പോൾ അയാളുണ്ട് അവിടെ കത്തി മുറിച്ചുട്ടുക. ആടിനെന്ത് ചെയ്തിട്ടുണ്ട്? കാലും കെട്ടിയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അള്ളാൻ്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മിണ്ടാപ്രാണിയോട് ഇത്തരം ക്രൂരത കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അതിനെ 2 പ്രാവശ്യം മറുക്കുന്നത് എന്നാണ് അള്ളാൻ്റെ റസൂൽ ചോദിച്ചത്. ഒരൊട്ട തന്നെ പോരെ? ഞാൻ അറുക്കുന്നോർത്തുണ്ട് എന്ത്? ഇഹ്സാൻ. അറക്കുമ്പോൾ അവിടെയുണ്ട് ഇഹ്സാൻ. അതെന്താ ചെയ്യേണ്ടത്? അത് നല്ല മൂർച്ചുള്ള കത്തിയോണ്ടാകണം. ചക്കക്കുരു വെച്ചിനോ കത്തിയോണ്ട് കോയിനറക്കാൻ നിൽക്കരുത്. നമ്മളെ ഈ മറ്റേ കടയിലൊക്കെ നമ്മൾ കോയിനെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ബിസ്മില്ലല്ലോ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് നമ്മളെ കോയിനെ നമ്മൾ തന്നെ അറക്കലാണ് നല്ലത്. പറ്റുന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ ഇനി ഈ ഇറച്ചി തീറ്റ നിർത്തും വേണ്ട, ബിസ്മില്ലാണ് തിന്നാൽ മതി, ഇരിക്കട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറക്കുക. മറ്റേ ആൾ അറക്കുമ്പോൾ എന്താണെന്നറിയോ? ആ ഒരു മൂരൽ മൂർന്നിട്ട് അല്ലെങ്കിൽ തന്നെ ജീവനില്ലാത്ത കോഴിയാണ് എന്ന് പറഞ്ഞാൽ അതിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ചത്തുപോകും. അജ്ജാതി കോഴിക്കളെ ഒരു മൂരൽ മൂർന്നിട്ട് ഇങ്ങനെയാണ് വിട്ടക്കുകയാണ്. കോഴി കാണാൻ ആ ബക്കറ്റിൻ്റെ പക്കത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, വെട്ടിപ്പോൾ ഇവിടെ ഉണ്ടായി. ഒരു പുറത്തം കിട്ടണില്ല കോഴിക്ക് പോലും. പിന്നെ ബോധം കെട്ടങ്ങട്ട് വികലാണ്. ആ രൂപത്തിലാകരുത് നമ്മളുടെ അറവ് പോലും. അറക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് ഇഹ്സാൻ. എന്താണ്? നല്ല മൂർച്ചുള്ള കത്തിയോണ്ട് പെട്ടെന്ന് ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ കോഴി അറക്കണം. നോക്കുങ്ങൾ എവിടൊക്കെ ഉണ്ട് ഇഹ്സാൻ.
ജീവിതത്തിൻ്റെ മുഴുതലങ്ങളെയും ശക്തമായി സ്വാധീനിക്കണം ഇഹ്സാൻ. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുച്ചൂടും മാറ്റുന്നതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളായി, യഥാർത്ഥ മുസ്ലിങ്ങളായി എല്ലാ മേഖലയിലും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുഹ്സിനുകളായി ജീവിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മളുടെ എല്ലാ സംരംഭങ്ങളും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുക്തിയും സമാശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റാഹിമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.